നമ്മുടെ ഹെഡ് മാസ്റ്റർ ബഹുമാനായിട്ടുള്ള കേശവൻ മാസ്റ്റർ, ഏറ്റവും ബഹുമാനായിട്ടുള്ള മുൻകാല അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധിയായി ഇവിടെ പങ്കെടുക്കുന്ന ബഹുമാനായ ശ്രീ പി യു രാജേട്ടൻ, PTA പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ PV മധു, മദർ PTA പ്രസിഡന്റ് ശ്രീമതി KV മിനി, ഇവിടെ സ്വാഗതം പറഞ്ഞിട്ടുള്ള പ്രിയങ്കരിയായ ശ്രീമതി N സീമ, നന്ദി പ്രകാശിപ്പിക്കുന്ന പ്രജിത് പടോളി, പ്രിയപ്പെട്ട അധ്യാപകർ, ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, തീർച്ചയായും ഇതൊരു സന്തോഷകരമായ സന്ദർഭമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പയ്യന്നൂർ സൗത്ത് LP സ്കൂളിലെ 86-87 5ാം ക്ലാസ് ബാച്ചിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ നിലയിൽ ഒരു സംഘം സംഘടിപ്പിക്കുമ്പോൾ ഇത്രയും ആളുകളെ സംഘടിപ്പിക്കുക എന്നുള്ളതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പം നല്ല നിലയിൽ ഭംഗിയായി ഈ ഒരു കൂട്ടായ്മയുടെ സംഘാടന പ്രവർത്തനം നടത്തിയിട്ടുള്ള ഇതിൻ്റെ സംഘാടകരെ ഞാൻ ആദ്യം തന്നെ അനുമോദിക്കുകയാണ്. നേരത്തെ ഇതിൻ്റെ ചില തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്, ചില യാത്രകളൊക്കെ നടത്തിയിട്ടാണ് ഇതിൻ്റെ കൂട്ടായ്മ രൂപപ്പെടുത്തിയതെന്ന് അധ്യക്ഷൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. പലരും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നവരാണ്, നല്ല നിലയിൽ അറിയപ്പെടുന്ന ആളുകൾ, വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, കലാകാരന്മാരായിട്ടുള്ളവർ. ആ നിലയിലൊക്കെ ഇത്രയും വർഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. ഇത്രയും വർഷങ്ങൾ പിന്നിട്ട ശേഷം വീണ്ടും പഴയൊരു 5ാം ക്ലാസ്സിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അപ്പം അത് നമ്മുടെ ഒരു ജീവിതത്തിലൊരു വലിയ അനുഭവമായിരിക്കും. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ എല്ലാവരും ഉത്തരം പറയുക അത് ഒരു വിദ്യാർത്ഥി ജീവിത കാലഘട്ടമാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ളതുപോലുള്ള മധുരമായ ഓർമ്മകൾ, അനുഭവങ്ങൾ, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ള അത്രയും മധുരമുള്ള അനുഭവങ്ങളും ഓർമ്മകളും 3 മണിക്ക് പെരുമ്പയിൽ ഉള്ള പരിപാടി നാഷണൽ കോളേജിലെ പഴയ ഇതുപോലെ ഏതൊരു പഴയ ബാച്ചിൻ്റെ കൂട്ടായ്മയിൽ പങ്കെടുക്കാനുള്ള ചടങ്ങാണ്. നാളെ പയ്യന്നൂർ കോളേജിലെ 86-87 മാത്സ് ബാച്ച് ഒരു ഏഴിമലയിൽ സംഗമം വെച്ചിരിക്കുകയാണ്. അപ്പം അതിനൊക്കെ വേണ്ടി വരുന്നത് ലോകത്തിൻ്റെ വളരെ വിദൂര കോണുകളിൽ നിന്നാണ് ആ 86-87 കാലഘട്ടത്തിൽ പയ്യന്നൂർ കോളേജിൽ പഠിച്ചിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ നാളെ ഏഴിമലയിലേക്ക് എത്തുന്നത്. അപ്പോൾ അവരൊക്കെ പിന്നീട് പരസ്പരം ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ലാത്ത ആളുകൾ പോലും നാളെ വീണ്ടും ഒന്നിച്ചു വരികയാണ്. അത് ഈ വെക്കേഷൻ്റെ ഒരു ആനുകൂല്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. നാളെ തന്നെ പയ്യന്നൂർ കോളേജിലെ വേറൊരു ബാച്ചിൻ്റെ റിയൂണിയൻ എടാട്ട് ഗ്രീൻ പാർക്ക് ഹോട്ടലിൽ നാളെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാ സ്ഥലങ്ങളിലും ഇതൊരു പുതിയ തരംഗമായി പടരുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒന്നിച്ച് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ, സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളവർ, കോളേജിൽ പഠിച്ചിട്ടുള്ളവർ ഒന്നിച്ച് ചേർന്ന് അവരുടെ കുടുംബാംഗങ്ങൾ അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2015 നാം എന്തായിരിക്കും എന്ന് ഒരാളും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഇതുപോലെ പുതിയ ജീവിത പങ്കാളികൾ ജീവിതത്തിലേക്ക് കടന്നു വരും, കുട്ടികളെക്കുറിച്ച്. അങ്ങനെയൊന്നും ഒരിക്കലും ഒരു 5ാം ക്ലാസ്സുകാരൻ്റെ ചിന്താമണ്ഡലത്തിൻ്റെ ഒരു 4 അയലത്ത് പോലും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അന്ന് സങ്കല്പിക്കാൻ സാധിക്കാത്തൊരു ലോകത്താണ് ഇന്ന് അന്നത്തെ 5ാം ക്ലാസ്സുകാരൊക്കെ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു അനുഭൂതി വളരെ വളരെ വലുതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ സംഗമ പരിപാടികൾക്ക് വളരെ വിദേശത്ത് നിന്ന് പോലും ലീവ് എടുത്തിട്ടും വളരെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പ്രയാസം സഹിച്ചിട്ടൊക്കെ ആളുകളും കുടുംബങ്ങളൊക്കെ വന്നു ചേരുന്നത്. ഇത് നമുക്കൊരു വേറെ ഏതെങ്കിലും നിലയിൽ വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. രോഗം ബാധിച്ച് എഴുന്നേൽക്കാൻ സാധിക്കാതെ തളർന്നു കിടക്കുകയാണ്. പ്രായമായ അമ്മയൊഴിച്ച്
ഒരാൾ സഹായത്തിനില്ല. വളരെ ഏതൊരാളെയും വേദനിപ്പിക്കുന്ന വളരെ ദയനീയമായൊരു കാഴ്ചയാണ്. അപ്പോൾ ഈ കൊണ്ടുപോയിട്ടുള്ള സഹായത്തിനൊക്കെ കൊടുത്ത് എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ആരൊക്കെയാണ് സഹായിക്കുന്നത്? ഇവിടെ നാട്ടുകാരെ കൊണ്ട് സാധിക്കുന്ന നിലയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ തളർന്ന് കിടക്കുമ്പോഴും നന്നായി സംസാരിക്കാൻ പറ്റും. എഴുന്നേൽക്കാൻ കഴിയില്ല, നന്നായി സംസാരിക്കാൻ പറ്റും, നല്ല ഓർമ്മശക്തിയും ഉണ്ട്. അപ്പം എങ്ങനെയാണിപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് സന്തോഷകരമായ ഒരു അനുഭവം. പയ്യന്നൂർ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബാച്ചിൽ ആ യുവാവ് പണ്ട് പഠിച്ചിരുന്നു. ഇപ്പം അവിടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം നടന്നു. അപ്പോൾ ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നപ്പോൾ അവർ ഈ അഡ്രസ്സൊക്കെ എടുത്ത് ഓരോരാളെയും അന്വേഷിച്ചു. അപ്പോഴാണ് ആ ബാച്ചിലെ മറ്റ് വിദ്യാർത്ഥികൾ അറിയുന്നത് ഇങ്ങനെ തങ്ങളുടെ കൂടെ പണ്ട് പഠിച്ചിരുന്ന ഇന്നയാൾ രോഗബാധിതനായി തളർന്ന് കിടക്കുകയാണ്. അപ്പം അതിനു മുമ്പ് അവർക്കാർക്കും അങ്ങനെ അറിയായിരുന്നില്ല. അപ്പം അവരവരുടെ സംഗമം നടത്തിയപ്പോൾ വലിയൊരു തുക സമാഹരിച്ചു തങ്ങളുടെ പഴയ സഹപാഠിയെ സഹായിക്കാൻ. ആ തുക അങ്ങനെ തന്നെ കൊണ്ട് ഏൽപ്പിച്ചു എന്ന് മാത്രമല്ല, തുക കൊടുത്തു, അതിലല്ല കാര്യം. ഇപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോവുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ വളരെ പ്രായമായ അമ്മയേ ഉള്ളൂ, വേറെ ഒരാളെ സഹായിക്കാനില്ല. ആ അമ്മക്ക് ആശുപത്രിയിൽ നിന്ന് പോയി നിൽക്കാൻ വേണ്ടി കഴിയില്ല. ഈ പഴയ ബാച്ചിലെ കൂട്ടുകാരാണ് ആശുപത്രിയിൽ പോയി കൂടെ നിൽക്കുന്നത്, ചികിത്സ നടത്തുന്നത്, മറ്റ് വീട്ടിലെ ഭക്ഷണ സാധനങ്ങൾ അടക്കം എത്തിക്കുന്നത് ആ പഴയ ബാച്ചിലെ ബോയ്സ് സ്കൂളിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബാച്ചിലെ പഴയ കൂട്ടുകാരാണ്. വളരെ ഒരു അഭിമാനകരമായ കാര്യം. നമ്മളൊന്നും നേരത്തെ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ അതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പം ആ നിലയിലൊക്കെ നമ്മൾ ഏതെങ്കിലും അവരെ ഒരു തുക സ്വരൂപിച്ച് ആ തുക കൊണ്ട് കൊടുത്ത് അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ അത് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ഇപ്പം നമ്മുടെ നാട്ടിൽ ആർക്കൊക്കെ എന്തൊക്കെയോ സഹായങ്ങൾ കൊടുക്കുന്നു. പക്ഷെ അങ്ങനെ സാമ്പത്തികമായ സഹായം ചെയ്തു എന്ന് മാത്രമല്ല, ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ഘട്ടം വരുമ്പോൾ വാഹനം ആക്കി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, ഡോക്ടർമാരെ കാണിക്കുന്നു, ചികിത്സക്ക് ആവശ്യമായ സഹായം നൽകുന്നു, ആശുപത്രിയിൽ കൂടെ നിൽക്കുന്നു. എന്ന നിലയിലൊക്കെ ഇതുപോലുള്ള പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ നാടിൻ്റെ പല ഭാഗങ്ങളിലും വളർന്നു വരികയാണ്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു കൂട്ടായ്മയും ഇങ്ങനെ എപ്പോഴെങ്കിലും വർഷത്തിലൊരു പ്രാവശ്യം ഇവിടെ ആരാധന ഓഡിറ്റോറിയത്തിൽ ഒരു സംഗമം നടത്തി അവസാനിപ്പിക്കാനുള്ളതല്ല. മറിച്ച് നിങ്ങൾക്ക് തന്നെ ചർച്ച ചെയ്ത് കൂടുതൽ മേഖലകളിലേക്ക് ഈ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണം. ആരെങ്കിലും ഒരു ചികിത്സാ സഹായം, അതിന് നാട്ടിൽ ധാരാളം സംഘടനകളുണ്ട്. അങ്ങനെ നമ്മൾ ഏതെങ്കിലും ചികിത്സാ സഹായത്തിലേക്കൊന്നും ഒതുങ്ങേണ്ടതല്ല. എനിക്കുള്ളൊരു നിർദ്ദേശം, സാധിക്കുമെങ്കിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ സ്കൂളുമായി ബന്ധപ്പെട്ട് ചെയ്യണം. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ തന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം ഇപ്പോൾ വളരുന്ന തലമുറ ഇവരാണ് നാളെ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കേണ്ടവർ. അപ്പൊ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ, നമ്മൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് നല്ല സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ ആ കുറവ് പരിഹരിച്ചുകൊണ്ട് ഇപ്പൊ വളർന്നു വരുന്ന തലമുറ നാളെ ഈ രാജ്യത്തിന് വലിയ നിലയിൽ പ്രയോജനം ചെയ്യുന്നവരായി മാറാൻ ആവശ്യമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് തന്നെ കഴിയുന്നത്ര നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമുക്ക് ഒറ്റ ശത്രുവേ ഉള്ളൂ, ഇന്ത്യ രാജ്യത്തിന് ഒറ്റ ശത്രുവേ ഉള്ളൂ. ആ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം ഒഴിച്ച് ഒരു ശത്രു നമുക്കില്ല. ഒരു 25 കൊല്ലം മുമ്പ് BSc ഫിസിക്സ് മെയിൻ എടുത്ത് പഠിച്ച ആൾ പോലും ഈ നാട്ടിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നൊരു സാധനം കണ്ടിട്ടില്ല. ഇപ്പൊ വിവരസാങ്കേതിക വിദ്യയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് റൂമുകളാണ് നമ്മൾ ഈ പ്രദേശത്ത് കുറവാണ്. നഗരസഭ ഇപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് നീങ്ങാൻ വേണ്ടി പോകുന്നത്. നഗരസഭ അടുത്ത വർഷത്തെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത് ഓൺലൈൻ ക്ലാസ് റൂമുകൾ. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ആ സംവിധാനം വന്നു കഴിഞ്ഞു. ക്ലാസ്സിൽ അധ്യാപകൻ ആവശ്യമില്ല, ഒരു ദിവസം പെട്ടെന്നൊരു പീരീഡ് അതേസമയം ഈ ക്ലാസ് റൂമിലേക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. അതുപോലെ 24 മണിക്കൂറും 10 മുതൽ 4 വരെ സ്കൂൾ എന്ന സങ്കല്പമൊക്കെ മാറുകയാണ്. ക്ലാസ് റൂമുകൾ ഓൺലൈൻ ആകുമ്പോഴോട് കൂടിയിട്ട് രാത്രിയിലും കുട്ടികൾക്ക് ടീച്ചറോട് കാര്യങ്ങൾ ചോദിക്കാനും പഠനം നടത്താനും വേണ്ടി കഴിയും. അധ്യാപകരുടെ സേവനം 10 മുതൽ 4 മണി വരെ എന്നതിനപ്പുറം 24 മണിക്കൂറും ലഭ്യമാകുന്ന രീതിയിലേക്ക് നമ്മുടെ ക്ലാസ് മുറികളൊക്കെ മാറുകയാണ്.
അതിലേക്ക് മാത്രം ഒതുങ്ങാതെ നമ്മുടേതായൊരു സംഭാവന നമ്മൾ പഠിച്ച വിദ്യാലയത്തിൽ നൽകാൻ വേണ്ടി കഴിയണം. നമ്മുടെ ഒരു നാട്ടിലെ പൊതു അന്തരീക്ഷം നമുക്കറിയാം. സ്കൂളിനടുത്ത് ഉത്സവം വന്ന് അവിടെ 10 ലക്ഷം രൂപയുടെ കരിമരുന്ന് വെടി പൊട്ടിച്ചാൽ പോലും സ്കൂളിലേക്ക് ഒരു 25,000 രൂപയുടെ കമ്പ്യൂട്ടർ കൊടുക്കാൻ പറഞ്ഞാൽ നമ്മുടെ ആളുകൾ മുഖം തിരിഞ്ഞു നിൽക്കും. അത് നാട്ടിലൊരു പൊതു രീതിയാണ്. ഞാൻ ഏതെങ്കിലും ഒരു വിദ്യാലയം അതിനടുത്തുള്ള ഉത്സവം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നാട്ടിലെ പൊതുവായ രീതിയാണ്. നമ്മുടെ സ്കൂളുകളിലെ മൂത്രപ്പുരകൾ നോക്ക്. ഒരു 1-2 ലക്ഷം രൂപയുണ്ടായാൽ നല്ല മൂത്രപ്പുര നിർമ്മിക്കാൻ വേണ്ടി കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കൂളിനടുത്ത് ഉത്സവം നടത്തി 10 ലക്ഷം രൂപയുടെ വെടിമരുന്ന് ആകാശത്തേക്ക് പൊട്ടിച്ച് കളയുന്നവർ പോലും എന്നാ പിന്നെ ഞങ്ങളുടെ വകയായിട്ട് സ്കൂളിൽ ഒരു 2 ലക്ഷം രൂപക്ക് നല്ലൊരു മൂത്രപ്പുര കെട്ടിക്കൊടുക്കാം, നമ്മുടെ കുട്ടികൾ നല്ല ടോയ്ലറ്റുകൾ ഉപയോഗിക്കട്ടെ എന്ന് ചിന്തിക്കില്ല. അത് നമ്മുടെ ഒരു സമൂഹത്തിന്റെ പൊതു രീതിയാണ്. അപ്പൊ അവിടെയാണ് ഇവിടെയുള്ള ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഈ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നല്ല തൊഴിൽ മേഖലകളിലൊക്കെ നല്ല നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ ഉപയോഗപ്പെടുത്തി, സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും, അത് നിങ്ങളുടെ ഈ കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറും. നമ്മുടെ നാട്ടിൽ കുടുംബങ്ങളിലൊക്കെ സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർദ്ധിച്ചു വരുന്ന സമയം. മധ്യവർഗ ഇടത്തരം കുടുംബങ്ങളൊക്കെ നല്ല നിലയിൽ കഴിയുന്നവരാണ് പൊതുവായി നോക്കുമ്പോൾ. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ച നഗരസഭാ പരിധിയിലെ ഹെഡ് മാസ്റ്റർമാരുടെ യോഗം നഗരസഭയിൽ വിളിച്ചു ചേർത്തപ്പോൾ ഇപ്പോഴും വൈദ്യുതി എത്തിയിട്ടില്ലാത്ത വീടുകളുണ്ട്. നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഒരു രാത്രി അരമണിക്കൂർ കറണ്ട് പോയാൽ നമ്മൾ എത്ര തവണ KSEB ഓഫീസിലേക്ക് വിളിക്കും? നമ്മൾ എത്രമാത്രം അക്ഷമരാകും? ആഴ്ചയിൽ ടൈം ടേബിൾ കൊടുക്കും. ഇത്ര ദിവസം നിർബന്ധമായിട്ട് സ്കൂളിൽ പോയിരിക്കണം. സ്കൂളിൽ പോയിട്ട് അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫ്രീ ആയി, അതിന് വേറെ പൈസയൊന്നും കൊടുക്കൂല. അവിടുത്തെ പഠന കാര്യങ്ങളിൽ ടീച്ചർമാരെ കുട്ടികളെ ഒക്കെ അവിടെ ഡ്യൂട്ടി കൊടുക്കും. ആഴ്ചയിൽ ഇന്ന ദിവസം സ്കൂളിൽ ഹാജരാവണം. ഇപ്പൊ നമുക്കങ്ങനെ ചിന്തിക്കാം. നമ്മുടെ സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ഒരു അമ്മയെ വിളിച്ച് നിങ്ങൾ അരമണിക്കൂർ വന്ന് സ്കൂളിലെ കാര്യങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? കാരണം നമ്മുടെ ഒരു അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രതികരിക്കുന്നത്. എന്താ മറുപടി എന്നറിയോ? ഇപ്പൊ കുട്ടികൾ ഹയർ സെക്കൻഡറി ക്ലാസ്സിലൊക്കെ രാവിലെ വരുന്നത് തന്നെ ലേറ്റ് ആവുകയാണ്. എന്താ കാരണം? മിക്കവാറും കുട്ടികൾ ഉറങ്ങുന്നത് രാത്രി 2 മണിയോട് അടുപ്പിച്ചാണ്. പഠിച്ചിട്ടല്ല, പുസ്തകം വായിച്ചിട്ടല്ല. 2 മണിവരെ, ഏതാണ്ട് രാത്രി 2 മണിവരെ കുട്ടികൾ മുഴുവൻ എന്താണ്? ഓൺലൈനിലാണ്. ഒന്നുകിൽ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ആണ്. ഇപ്പൊ ഏതാണ്ട് 2 മണിയോട് അടുപ്പിച്ചാണ് ഇവർ ഉറങ്ങുന്നത്. അങ്ങനെ 2 മണിയോട് അടുപ്പിച്ച് ഉറങ്ങുന്നവര് ഏതാണ്ട് 8 മണിയോടെയാണ് എഴുന്നേൽക്കുന്നത്. അങ്ങനെ രാവിലെ 8 മണിക്ക് എഴുന്നേറ്റ ശേഷമാണ് ക്ലാസ്സിലേക്ക് ഓടിക്കിതച്ച് വരുന്നത്. നമ്മുടെ രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ രക്ഷിതാക്കള് ഈ പഠനമെന്ന് പറയുന്നത് അധ്യാപകരുടെ കടമയാണ്, അധ്യാപകരുടെ ചുമതലയാണ് എന്ന് കരുതി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഉണ്ട്. അത് കഴിയുമ്പോൾ 6ാം ക്ലാസ്സിലെ കൂട്ടായ്മ വരും, പൂർവ്വ വിദ്യാർത്ഥികളുടെ പൊതുവായ കൂട്ടായ്മ വരും. അങ്ങനെയുള്ള കൂട്ടായ്മകൾ വഴി നാട് മുഴുവൻ ഒരു പൊതുവായ ഒരു വേദിയിലേക്ക് വരുന്ന നിലയിൽ മാറി വരണം. മലയാളിയുടെ ഒരു പഴയ ജീവിത സാഹചര്യത്തിലൊക്കെ വലിയ മാറ്റം വന്നു. അടുത്ത വീട്ടുകാരൻ കണ്ടു, അയാൾ ഉടനെ അയൽവാസിയെ വിളിച്ച് നിങ്ങളുടെ വീടിന് തീപിടിച്ചു എന്ന് പറയുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫയർഫോഴ്സിനെ വിളിക്കുകയല്ല ചെയ്യുന്നത്. ഉടനെ ചെയ്യുന്നത് എന്താണ്? അത് ഉടനെ മൊബൈലിൽ എടുത്തിട്ട് ഉടനെ എന്ത് ചെയ്തു? ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അപ്പൊ മറ്റേ ആളെ, അയാൾ തീപിടിച്ച വീട്ടിന്റെ ആള് അയാളുടെ വീട്ടിന്റെ മുൻവശത്തിരിക്കുകയാണ്. അപ്പൊ അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ ഫേസ്ബുക്ക് നോക്കിയാണ്. അപ്പൊ അതിൽ നല്ലൊരു ഫോട്ടോ വന്നു. എന്താ ഫോട്ടോ? വീടിന് തീപിടി. അയാൾ ഉടനെ അതിന് ലൈക്കെല്ലാം കൊടുത്തു. ലൈക്കെല്ലാം കൊടുത്ത് അത് വേറെ ആയിരിക്കോ ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്റെ വീട്ടിനാണ് തീ പിടിച്ചിട്ടില്ല. അപ്പൊ ആ നിലയിലേക്ക് തൊട്ടടുത്ത വീട്ടില് തീ പിടിച്ചാൽ ഒന്നുകിൽ ആ വീട്ടുകാരനോട് പറയണോ, അല്ലെങ്കിൽ ഒരു ഫയർഫോഴ്സിലെങ്കിലും പറയാനുള്ള സാമാന്യ പ്രാഥമിക മര്യാദക്ക് പകരം ആ പടമെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കുറച്ച് അതിശയോക്തിപരമാണ്. ഇതിനേക്കാൾ വലിയ ഉദാഹരണങ്ങൾ നമ്മൾക്ക് ചുറ്റും കാണുന്നുണ്ട്. നടുറോഡിൽ വാഹനം ഇടിച്ച് മനുഷ്യൻ വീണാല് ആ മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം മൊബൈൽ ഫോണിൽ പകർത്തി അയാളുടെ കരച്ചില്. ഇപ്പൊ നമ്മൾ എത്രയോ സംഭവങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന പല വീഡിയോ ആ രീതിയിലുള്ളതാണ്.
പകർത്തിയിട്ട് ആ വേദന, ആ പെടച്ചില് ഷെയർ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ മനസ്സ് ഇടുങ്ങി വരിക. നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗുരുവന്ദനം ആണ് അടുത്തതായി നടക്കുന്നത്. രാജശ്രീ ടീച്ചറെ ക്ഷണിച്ചു.